അതെ, മാധു സൂചിപ്പിച്ചൊരു കാര്യമുണ്ട്. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷം എന്താ പറയാൻ വന്നേ? രണ്ട് തദ്ദേശ തെരഞ്ഞെടുപ്പുകൾക്കിടയിൽ രണ്ട് തദ്ദേശ തെരഞ്ഞെടുപ്പുകൾക്കിടയിൽ മാറിയ സീറ്റുകളുടെ എണ്ണം 174 എന്നാണ് പറയുന്നത്. അതായത് ഗ്രാമപഞ്ചായത്തുകളുടെ എണ്ണം 514 നിന്ന് യു ഡി എഫിലേക്ക് മറിഞ്ഞതുകൂടെ കൂട്ടി നോക്കിയാൽ എത്ര സീറ്റുകളാ അന്നുണ്ടായിരുന്നത്? ഫൈനൽ ടാലി എത്രയാണെന്നറിയോ? നിയമസഭയുമായിട്ടത്തെ കാര്യമല്ല ഞാൻ പറഞ്ഞത്. അല്ലല്ല, ആ തദ്ദേശ എന്തല്ല അദ്ദേഹം ഒരു കണക്ക് അതായത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇത്രയും കിട്ടിയപ്പോഴും യു ഡി എഫിന് കിട്ടിയ നിയമസഭാ സീറ്റ് എത്രയായിരുന്നു? അതാണ് ഞാൻ പറഞ്ഞത്. നിയമസഭാ സീറ്റിന്റെ കാര്യമല്ല പറഞ്ഞത്. അതായത് തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ പാറ്റേൺ നോക്കി ഇപ്പൊ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ നിൽക്കുന്ന സമയത്ത് കോൺഗ്രസ് പോലും ഈ പറയുന്ന 174 ഗ്രാമപഞ്ചായത്തുകൾ കോൺഗ്രസിന് അനുകൂലമായി തിരിയും എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോ ഇപ്പൊ നേരത്തെ പറഞ്ഞല്ലോ സാർ, എണ്ണി ഓരോ മണ്ഡലങ്ങൾ, ഓരോ ജില്ലയിലെ മണ്ഡലങ്ങൾ എന്ന് പറയുന്നുണ്ടല്ലോ. ഇപ്പൊ കോൺഗ്രസ് പ്രതീക്ഷ വെക്കുന്നതോ LDF പ്രതീക്ഷ വെക്കുന്നതോ എന്നതിനപ്പുറത്ത് എന്താണ് തരംഗം? ഒരു നിമിഷം, എന്താണ് തരംഗം? തരംഗം ഉണ്ടാകുന്നത് പെർസെന്റേജ് വ്യത്യാസത്തിലാണോ അതോ ആളുകളുടെ മനസ്സിലാണോ? അതെ, ആളുകളുടെ മനസ്സിലാണ്. അപ്പോ അത് രാഷ്ട്രീയ പാർട്ടികളുടെ കാൽക്കുലേഷൻ അപ്പുറത്ത് സംഭവിക്കുന്ന ഒന്നാണ്. ശരി മാധു, ഞാനൊരു കാര്യം പറയട്ടെ. ഈ 174 ഗ്രാമപഞ്ചായത്തുകൾ മാറിയതിൽ ഒരു 30% ആന്റി ഇൻകുംബൻസി വർക്ക് ചെയ്തിട്ടില്ലേ പഞ്ചായത്തിൽ? അതായത് പഞ്ചായത്തിലെ മോശം പ്രവർത്തനം. ഇപ്പം എനിക്കറിയാം, നമ്മളുടെയൊക്കെ പഞ്ചായത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ, ഇപ്പോൾ തിരുവനന്തപുരത്തെ ചില കൗൺസിലർമാരെ നോക്കിക്കഴിഞ്ഞാൽ വളരെ മോശം പെർഫോമൻസാണ്. ആ മോശമായിട്ടുള്ള ആൻറ്റി ഇൻകുംബൻസി ഇവിടെ വർക്ക് ചെയ്തിട്ടുണ്ടാവുമല്ലോ. 50% തരണ്ട, 30% ഉണ്ടാവുമല്ലോ. ആ 30% പഞ്ചായത്തിൻ്റെ ആൻറ്റി ഇൻകുംബൻസിയാണ്. ആ പഞ്ചായത്തിൻ്റെ ആൻറ്റി ഇൻകുംബൻസിയാണ് അവിടെ കൊണ്ടുവന്നത്. കാരണം എന്താ അറിയോ, കേരളത്തിൽ മൊത്തത്തിലല്ല ഈ ട്രെൻഡ്. അതെ, അത് തന്നെയാണ് 100%. ആ ആന്റി ഇൻകുംബൻസി അവിടെ മുതലാക്കിയതാരാ? UDF അല്ല, മുതലാക്കിയതാരാ? അവിടെ സംഘടനാ പ്രവർത്തനം നടത്തി BJP മുതലാക്കി. കൊല്ലത്ത് കോർപ്പറേഷൻ ആന്റി ഇൻകുംബൻസി കോർപ്പറേഷൻ എതിരെ ഉണ്ടായിരുന്നു, അതവിടെ വർക്കൗട്ടായി. പക്ഷെ നോക്കൂ, മലപ്പുറത്തുള്ളതുപോലെ അല്ല കൊല്ലത്തും ആലപ്പുഴയിലും പാലക്കാട്ടും. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പുകളിൽ ആളുകൾ വോട്ട് ചെയ്യുന്നതിന്റെ രാഷ്ട്രീയം എന്നതിനപ്പുറത്ത് തദ്ദേശത്തിൽ നിൽക്കുന്ന ആളുകളെ കൂടി കണക്കിലെടുക്കും. അപ്പോ അതായത് കോൺഗ്രസ് പോലും രാഷ്ട്രീയമായ ഒരു വിധിയെടുത്ത് അവിടെ തങ്ങൾക്ക് അനുകൂലമായെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. ഞാൻ പറഞ്ഞത് തരംഗം എന്ന് പറയുന്നത് വോട്ട് പെർസെന്റേജിന് അപ്പുറത്ത്, ഈ പറയുന്ന അടിയുറച്ച മണ്ഡലങ്ങൾ എന്നതിനപ്പുറത്ത് ആളുകൾ മാറ്റിക്കുത്താൻ തീരുമാനിക്കുന്നു എന്നിടത്ത് വളരെ സൈക്കോളജിക്കലായി നടക്കുന്ന ഒരു കാര്യമാണ്. അതിന് നമുക്ക് കണക്കുകളുടെ അടിസ്ഥാനത്തിലും മണ്ഡലത്തിന്റെ സ്വഭാവം അനുസരിച്ച് തീരുമാനിക്കാനാണ് എങ്കിൽ 100 സീറ്റ് 99 സീറ്റ് അല്ല. 2016-നും 2021-നും ഇടയിൽ സംഭവിച്ചത് വലിയ ട്രെൻഡാണ്. 2016 വലിയ ട്രെൻഡാണ്. പോളിംഗ് പെർസെന്റേജിൽ മാത്രമല്ല അത് റിഫ്ലക്ട് ചെയ്തത്. അവിടെ LDFന് കിട്ടിയ ശതമാനക്കണക്ക് നോക്കൂ, ഒരു 3 മുതൽ 5% വർധനവുണ്ടാവുന്നുണ്ട് UDFനെ സംബന്ധിച്ച്. എൻ്റെ പോയിന്റ് എന്താ, തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഒരു വലിയ ട്രെൻഡ് കേരള വ്യാപകമായി ഉണ്ടായിട്ടില്ല. 7 ജില്ലകളിലാണ് ആ ട്രെൻഡ് റിഫ്ലക്ട് ചെയ്തത്. ആ 7 ജില്ലകളിൽ റിഫ്ലക്ട് ചെയ്യാനുള്ള കാര്യം എന്താ? അതിനകത്തൊരു കാര്യമായിരുന്നു ഈ മൈനോറിറ്റി കൺസോൾ. ജില്ലാ പഞ്ചായത്ത് 7 എന്ന നിലയ്ക്കാണ്. പക്ഷേ ഗ്രാമപഞ്ചായത്തുകൾ അത് അടിസ്ഥാനപരമായി പഞ്ചായത്തിൽ തന്നെ പാലക്കാട് മറിഞ്ഞില്ല, ആലപ്പുഴ മറിഞ്ഞില്ല, തൃശ്ശൂർ മറിഞ്ഞില്ല, കൊല്ലം മറിഞ്ഞില്ല. ഗ്രാമപഞ്ചായത്താണ്, കോർപ്പറേഷൻ അല്ല. കൊല്ലം മറിഞ്ഞില്ല, തിരുവനന്തപുരവും മറിഞ്ഞില്ല. എന്ന് ആലോചിച്ച് നോക്കൂ. എണ്ണി പറയുന്ന മണ്ഡലങ്ങളെ കേൾക്കൂ. അപ്പൊ കണ്ണൂർ പറഞ്ഞിട്ടില്ല, കാസർഗോഡ് പറഞ്ഞിട്ടില്ല. മറിഞ്ഞത് നോക്കൂ, മലപ്പുറം ക്ലീൻ വൈറ്റ് വാഷ് ആണ്, കംപ്ലീറ്റ്. നേരത്തെ മലപ്പുറത്ത് അങ്ങനെ ആയിരുന്നില്ലേ? ക്ലീൻ വൈറ്റ് വാഷ് ആണ് അവിടെ സംഭവിച്ചത്. മലപ്പുറത്ത് വയനാട്, മലപ്പുറത്ത് ഓൾറെഡി അങ്ങനെ തന്നെയാണ് അതിന്റെ പൊളിറ്റിക്കൽ സിനാരിയോ. ഞാൻ പറയട്ടെ, അവിടെ നിന്ന് പിടിച്ചെടുക്കാൻ വാർഡുകളില്ല. അതെ, മലപ്പുറം, കോഴിക്കോട്, വയനാട് പിടിച്ചെടുക്കേണ്ടിയിരുന്ന സ്ഥലങ്ങൾ ഏതൊക്കെയാ? പാലക്കാട് പിടിക്കണമായിരുന്നു, ആലപ്പുഴ പിടിക്കണമായിരുന്നു, അല്ലേ? ഈ പറയുന്ന കൊല്ലം പിടിക്കണമായിരുന്നു, തിരുവനന്തപുരം പിടിക്കണമായിരുന്നു. കൊല്ലത്ത് കോർപ്പറേഷൻ മാത്രമായിട്ട് ഒഴുങ്ങി, ഗ്രാമപ്രദേശങ്ങളിൽ ഒരു ഇമ്പാക്റ്റും ഉണ്ടാക്കിയില്ല. തിരുവനന്തപുരത്ത് നഗരപ്രദേശങ്ങളിൽ അത് ഒതുങ്ങി, ഗ്രാമപ്രദേശങ്ങളിൽ കാര്യമായ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയില്ല. അവിടെയും ജില്ലാ പഞ്ചായത്ത് അടക്കം LDFന് പോകുന്ന സാഹചര്യം വന്നു. എന്ന് പറഞ്ഞാൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പോലും കേരളം ഒന്നാകെയുള്ളൊരു തരംഗമല്ല ഉണ്ടായത്. അത് മൈനോറിറ്റി വോട്ടുകളുടെ കൺസോളിഡേഷൻ പ്ലസ് ആന്റി ഇൻകുംബൻസി ഓഫ് തദ്ദേശ തെരഞ്ഞെടുപ്പ്, അതാണ് അവിടെ സംഭവിച്ചത്. അവിടെ CPM ആണ് കഴിഞ്ഞ തവണ ജയിച്ചത്. അതായത് ഈ UDFന് അനുകൂലമായി വിധിയെഴുത്തുണ്ടാകുന്നത് മുഴുവൻ മൈനോറിറ്റി വോട്ടുകളുടെ ഒരു കോൺസെൻട്രേഷൻ ആണ് എന്ന നിലയ്ക്ക്, കൺസോളിഡേഷൻ ആണ് എന്നൊരു നിലയ്ക്ക് മാത്രമാണ് അത് റീഡ് ചെയ്യാൻ കഴിയുന്നതെങ്കിൽ നമുക്കത് എങ്ങനെയാണ്? പാലക്കാട് എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യൂ? പാലക്കാട് ഭൂരിപക്ഷ മണ്ഡലമല്ലേ? അല്ല, ഞാൻ പറയട്ടെ, തൃശ്ശൂർ, ഞാനൊരു കാര്യം പറയട്ടെ. അതായത് UDFന് അനുകൂലമായി വിധിയെഴുത്തുണ്ടാകുന്ന സമയത്ത് മാത്രം മൈനോറിറ്റി വോട്ടുകളുടെ, മൈനോറിറ്റി വാർഡുകളോ നിയമസഭാ മണ്ഡലങ്ങളോ എന്ന നിലയ്ക്ക് അതിനെ കാണുക എന്ന് പറയുന്നത് പോസിബിൾ ആയ ഒരു കാര്യമല്ല. നോക്കിപ്പോ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എന്തുകൊണ്ടാണ് CPMന് വോട്ട് കിട്ടാത്തത്?
എങ്ങനെയാണ് കിട്ടാത്തത്? ബിജെപിക്കെതിരെ ആണല്ലോ, അതൊരു പാറ്റേൺ ആണ്. അതൊരു പാറ്റേൺ ആണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ സമാനമായ തരത്തിലുള്ള ഒരു പോളിംഗ് എന്നുള്ളതാണ് തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ സമയത്ത് ദേശീയ മാധ്യമങ്ങളടക്കം തദ്ദേശ തെരഞ്ഞെടുപ്പിലെ വോട്ടിംഗ് പാറ്റേണിനെ വിലയിരുത്തിയത്. അപ്പോൾ ആ നിലയ്ക്ക് മനുഷ്യന്മാരുടെ ഞാൻ പറഞ്ഞു നേരത്തെ ഒരു സൈക്കോളജിക്കൽ ഫാക്ടർ എന്ന ഒരു മിനിറ്റ് അതിനെയാണ് തരംഗം എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന 2021-ലെയോ 2016-ലെയോ ഒക്കെ നമ്മൾ ഈ പെർസെന്റേജ് വെച്ച് മാത്രം കോവിഡ് കാലത്ത് സർക്കാർ കൂടെ ഉണ്ടായിരുന്നു എന്നൊരു ചിന്തയാണ് 2021-ൽ, അതായത് കോവിഡ് കാലത്ത് മാത്രമല്ല എല്ലാ ക്രൈസിസിന്റെയും കാലത്ത് സർക്കാർ കൂടെ ഉണ്ടായിരുന്നു എന്നൊരു ചിന്തയാണ് 2021-ൽ തുടർ ഭരണത്തിന് ആണിയായത്. അതൊരു സൈക്കോളജിക്കൽ ഫാക്ടറാണ്. അല്ലല്ല, അവിടെ ഒരു പ്രശ്നം തരുമോ? മാധു അഡ്രസ് ചെയ്യുന്നത് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന അതേ കാര്യം തന്നെയാണ്. സൈക്കോളജിക്കലാണ്, നിങ്ങളുടെ ഡിസിഷൻ സൈക്കോളജിക്കലാണ്. ആ സൈക്കോളജി എന്തൊക്കെ ബാധിക്കാം? ഒന്ന്, ഒരു ഫീൽ ഗുഡ് ഫാക്ടർ ബാധിക്കാം, ഒരു ഇൻസെക്യൂരിറ്റി ബാധിക്കാം. ഇവിടെ വർക്ക് ചെയ്തിരിക്കുന്നത് എന്താ? ലീഗിന്റെ മാത്രമാണ്. അല്ല, ലീഗിന്റെ കേന്ദ്രങ്ങളിൽ അവരെ ഉണർത്താൻ ശ്രമിച്ചത് ഫീൽ ഗുഡ് ഫാക്ടറോ ഫീൽ ഗുഡ് ഫാക്ടറോ കെയർ ഫാക്ടറോ ഒന്നുമല്ല. ഇവിടെ ക്ലിയർ ആണ്, നിങ്ങളുടെ പൗരത്വം നഷ്ടപ്പെടും, നിങ്ങൾ ഡീ വോട്ടറായിട്ട് മാറും, നിങ്ങളുടെ അസ്തിത്വം ചോദ്യം ചെയ്യും. സോ വോട്ട് ഫോർ എക്സിസ്റ്റൻസ് എന്നുള്ളതായിരുന്നു ലീഗിന്റെ ക്യാമ്പയിൻ. യുഡിഎഫിന് അനുകൂലമായി സീറ്റുകൾ പിടിച്ചെടുക്കണമെങ്കിൽ ലീഗിന് ഉറപ്പായും കിട്ടുന്ന സീറ്റുകളിൽ മാത്രം ഈ പറയുന്ന അരക്ഷിതാവസ്ഥ ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയുന്നത് മണ്ടത്തരം. അവിടുന്ന് വിളവെടുക്കാൻ കഴിയുന്ന സീറ്റുകൾ എത്രയാണ്? കൺസോളിഡേഷൻ ഉണ്ടാക്കി സീറ്റ് വർദ്ധിപ്പിച്ചെടുക്കണമെങ്കിൽ മറ്റിടങ്ങളിലല്ലേ പറ്റേണ്ടത്? അത് സംസ്ഥാന വ്യാപകമായ ഒരു പാറ്റേൺ ഉണ്ടാക്കിയല്ലേ പറ്റുള്ളൂ. ലീഗിന് ഇനി എത്ര സീറ്റ് അങ്ങനെ ഒരു സ്ട്രാറ്റജി ഒരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കണമെങ്കിൽ അവർക്ക് എത്രത്തോളം പ്രാക്ടിക്കലായ രാഷ്ട്രീയം അറിയാതിരിക്കണം. കേൾക്കൂ, ലീഗിന്റെ സ്ട്രൈക്ക് റേറ്റും കോൺഗ്രസിന്റെ സ്ട്രൈക്ക് റേറ്റും നോക്കൂ. കോൺഗ്രസിന്റെ സ്ട്രൈക്ക് റേറ്റ് എത്ര പിന്നിലാ? 92 സീറ്റിൽ മത്സരിച്ചിട്ട് കഷ്ടിച്ച് 20-22 19 സീറ്റിൽ 20 സീറ്റിൽ വിജയിക്കുക എന്ന് പറഞ്ഞാൽ, അതേസമയം 27 സീറ്റിൽ വിജയിച്ചിട്ട് 24 സീറ്റിലും വിജയിക്കാൻ പറ്റുമെന്നുള്ളതാണ് ആത്മവിശ്വാസം. അറൌണ്ട് 90% ആണ് ലീഗിന്റെ സ്ട്രൈക്ക് റേറ്റ്. ലീഗിന്റെ സ്ട്രൈക്ക് റേറ്റ് എന്തുകൊണ്ടാണ് ഇത്ര കൂടുന്നതിന്റെ കാരണം? പ്രാദേശികമാണ് അല്ല, അത് കേഡർ പാർട്ടിയാണ്. ലീഗ് ഈസ് എ കേഡർ പാർട്ടി. ലീഗിന്റെ ഉറച്ച വോട്ടുകൾ ലീഗിന് ഏറ്റവും കൂടുതൽ സ്ട്രൈക്ക് റേറ്റ് ഉള്ള മണ്ഡലം ഏതാണ്? ജില്ല ഏതാണ്? മലപ്പുറമാണ്. അതൊരു പ്രാദേശിക പാർട്ടി കൂടിയാണ്. മറ്റിടങ്ങളിൽ ഈ പറയുന്ന സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ടിട്ട് കൂടി കിട്ടുന്ന സീറ്റുകളാണ്. അത് പലപ്പോ കൂത്തുപറമ്പ് ലീഗിന് കൊടുക്കുന്ന അവർക്ക് ശക്തി കേന്ദ്രമായതുകൊണ്ടാണോ? ആണോ? അതാണ് പറഞ്ഞത്. കിട്ടാത്തതുകൊണ്ടാണ്. ലീഗിന്റെ ശക്തി കേന്ദ്രം അല്ലാത്ത ഇടങ്ങളിൽ ഇപ്പൊ പുനലൂർ എന്താ തോറ്റു പോകുന്നത്? അബ്ദുൾ റഹ്മാൻ രണ്ടാത്താളെ കൊണ്ട് പുനലൂർ നിർത്തി. എന്താ തോറ്റുപോയത്? കൊണ്ടോട്ടിയിൽ എന്താ ജയിച്ചത്? അതവരുടെ ശക്തി കേന്ദ്രമല്ല. അവിടെ ലീഗിന്റെ വോട്ട് ബേസ് ഇല്ല. അത് തന്നെയാണ് ഞാനും പറഞ്ഞത്. ആ കൺസോൾട്ടേഷൻ വർദ്ധിക്കണം എന്നുണ്ടെങ്കിൽ ലീഗിന്റെ 90% സ്ട്രൈക്ക് റേറ്റ് നടത്താതെ UDF വിജയിക്കും. തരംഗം എന്ന് പറയുന്നത് നിലവിൽ നിൽക്കുന്ന മണ്ഡലങ്ങൾ, നിലവിൽ ശക്തി കേന്ദ്രങ്ങളായ മണ്ഡലങ്ങൾ തുടരാൻ കഴിയുമെന്ന സംഖ്യകൾക്കപ്പുറത്ത് തരംഗം ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ അത് ആളുകൾ മാറ്റി കുത്താൻ തീരുമാനിക്കുന്നിടത്താണ്. അല്ലാതെ അരിവാൾ ചുറ്റിക നക്ഷത്രത്തിൽ കുത്തിശീലിച്ച മനുഷ്യർ അരിവാൾ ചുറ്റിക നക്ഷത്രത്തിൽ മാത്രം കുത്തുകയോ കൈപ്പത്തിയിൽ കുത്തിശീലിച്ച മനുഷ്യർ കൈപ്പത്തിയിൽ മാത്രം കുത്തുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ 71-72 നിലയ്ക്ക് എന്ന് മാത്രമേ കേരളത്തിൽ പറയട്ടെ. ഈ കൺസോൾട്ടേഷൻ എന്ന് പറയുന്നത് എന്താ? ഒരു കാരണത്തിന് ബേസ് ചെയ്തിട്ടല്ലേ? മുസ്ലിം കൺസോൾട്ടേഷൻ ഉണ്ടാവാനും അല്ലെങ്കിൽ ക്രിസ്ത്യൻ കൺസോൾട്ടേഷൻ, ന്യൂനപക്ഷ കൺസോൾട്ടേഷൻ ഉണ്ടാവാനും ഒരു കാരണമുണ്ട് അല്ലേ? ഈ പറഞ്ഞ ഇടതുപക്ഷത്തിൽ വോട്ട് പോകാനുള്ള കാരണം എന്താ? ഈ ആന്റി ഇൻകംബൻസി മാത്രമാണല്ലോ. മനസ്സിലായി? അത് വർക്ക് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. മാധു ഒരു മിനിറ്റ്, മാധു പറഞ്ഞു വന്നൊരു കാര്യത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞുതരാം. മാധു നേരത്തെ പഞ്ചായത്ത് ഇലക്ഷൻ്റെ കാര്യം പറഞ്ഞു. പഞ്ചായത്ത് ഇലക്ഷൻ്റെ പ്രശ്നം എന്താ? ഈ മൈനോറിറ്റികൾ കൂടുതലുള്ള സ്ഥലങ്ങൾ എന്ന് പറഞ്ഞാൽ കോഴിക്കോട്, മലപ്പുറം, കോട്ടയം, പത്തനംതിട്ട, ഇടുക്കി, ഇവിടെ എല്ലാം ക്ലീൻ സ്വീപ്പാണ്. ആർക്ക് UDF അനുകൂലമായിട്ട് ക്ലീൻ സ്വീപ്പാണ്. ആ സ്ഥലങ്ങൾ കൂടെ എത്ര പഞ്ചായത്ത് ഉണ്ടെന്ന് അറിയോ? ഏകദേശം 400ഓളം പഞ്ചായത്തുണ്ട്. ഈ 400 പഞ്ചായത്ത് അങ്ങനെ പോയി. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കേരളത്തിൽ 6 ജില്ലകളാണ് സത്യം പറഞ്ഞിട്ട് കോൺഗ്രസിന് ഇത്രയധികം മാറ്റമുണ്ടായി എന്നേ ഞാൻ പറഞ്ഞുള്ളൂ. പാലക്കാട് വർക്ക് ചെയ്തത് ഇതൊന്നും
കോൺഗ്രസ് കണക്കൂട്ടിയിട്ടുണ്ടാകില്ലെന്ന്. അതാണ് പറഞ്ഞത്. അതാണ് ഇടങ്ങളിൽ അവിടെയാണ് മാധവി പ്രശ്നം. അവിടെയാണ് ഈ പ്രശ്നം. അല്ല, അതാണ് ഈ പറഞ്ഞ പ്രശ്നം. ഈ 6-7 ജില്ലയില്ലേ, നോക്കൂ, ഇപ്പം മലപ്പട്ടത്ത് അല്ലെങ്കിൽ തളിപ്പറമ്പിൽ സൈക്കോളജി വർക്കൗട്ട് ചെയ്തിട്ട് കൈപ്പത്തിക്ക് മാറ്റി കുത്തണം എന്ന് പറയാൻ പറ്റുമോ? അത് പാർട്ടി കോട്ടയാ, അത് പാർട്ടി കോട്ടയാ. ലോക്സഭയിൽ ഇഷ്ടംപോലെ UDF സീറ്റ് കൊടുത്തല്ലേ. ലോക്സഭയിലാണെങ്കിൽ ഇവിടെ മാത്രമേ കിട്ടുള്ളൂ. സീറ്റുകളിൽ നോക്കിയിട്ട് കാര്യമില്ല. മാധുവിന്റെ കണക്ക് സൈക്കോളജി പ്രാദേശികമാകുമ്പോഴാണ് നമ്മൾ അതിനെ കൺസോളിഡേഷൻ എന്ന് വിളിക്കുക. അത്രേ ഉള്ളൂ. അല്ല, സുധാകരൻ കണ്ണൂരിന്റെ MP ആണ്. സുധാകരൻ കണ്ണൂരിന്റെ MP ആണെന്ന് ചോദിച്ചിട്ട് കോൺഗ്രസിന്റെ ഏതെങ്കിലും ആ ഏരിയയിൽ ഏതെങ്കിലും ഒരു പഞ്ചായത്ത് കിട്ടുമോ, അല്ല ഒരു പിന്നെ MLA കിട്ടുമോ UDF അനുകൂലമായിട്ട്? കണ്ണൂരിന്റെ MP ആണ്. ഈ പറഞ്ഞ സ്ഥാനം വർക്കൗട്ട് ചെയ്യോ? കേരളത്തിൽ മുഴുവൻ MP വോട്ട് ചെയ്തൂലേ എന്ന് വിചാരിച്ച് നടക്കുമോ? തൃശ്ശൂരിൽ അപ്പൊ എന്ത്, അല്ല തിരുവനന്തപുരത്ത് എന്ത് കൺസോൾട്ടേഷൻ ഉണ്ടായിട്ടാണ് 51 സീറ്റിലേക്ക് BJP വരുന്നത്? അതാണ് പറയുന്നത്. പ്രാദേശികമായ കൺസോൾട്ടേഷൻ. അതാണ് ഞാൻ പറഞ്ഞത്. അവിടെ കോൺഗ്രസിന്റെ സീറ്റ് വർധന ഉണ്ടായല്ലോ തിരുവനന്തപുരം കോർപ്പറേഷനിൽ. വളരെ എണ്ണമൊന്നുമില്ല, ഏതാണ്ട് ഇരട്ടിയോളം. വേണമെങ്കിൽ നോക്കിക്കോളൂ. ഒന്നാമത് എനിക്ക് ഒരാളോട് സംസാരിക്കാൻ ഒരാളോടെ ഒരു സമയത്ത് ഞാൻ സംസാരിക്കുന്നത്. അപ്പൊ അല്ലല്ല, കോൺഗ്രസിന്റെ സീറ്റ് വർദ്ധിച്ചു. അതെന്ത് കൺസോൾട്ടേഷൻ? അതായത് CPM-ന് ഭരണം ഉണ്ടായിരുന്ന സിംഹഭൂരിപക്ഷം ഉണ്ടായിരുന്ന ഒരു കോർപ്പറേഷനിൽ ഹിന്ദു കൺസോൾട്ടേഷൻ ഉണ്ടായി, BJP അധികാരത്തിൽ വന്നു. അവിടെ കോൺഗ്രസിന്റെ സീറ്റ് വർധനയുണ്ടായി. അതെന്തിന്റെ പേരിലാണ്? തീർച്ചയായിട്ടും ആന്റി ഇൻകംബൻസി ഉണ്ട്. ആരോട്? ആന്റി ഇൻകംബൻസി അവിടെ ഭരിച്ച കോർപ്പറേഷൻ. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, കോൺഗ്രസിന് ഈ കൺസോൾട്ടേഷൻ നിങ്ങൾക്ക് എല്ലാ പാർട്ടികളുടെയും കാര്യം, കോൺഗ്രസിന്റെ കാര്യത്തിലും BJP-യുടെ കാര്യത്തിലും CPM-ന്റെ കാര്യത്തിലും ആരോപിക്കാൻ പറ്റില്ല. കോൺഗ്രസിന് കിട്ടുന്ന അതായത് തിരുവനന്തപുരത്ത് കോൺഗ്രസിന് അനുകൂലമായ സീറ്റ് വർധന ഉണ്ടായപ്പോൾ അത് കൺസോൾട്ടേഷൻ അല്ല. ഹിന്ദു തിരുവനന്തപുരത്ത് കോൺഗ്രസിന് അനുകൂലമായി കുറച്ച് സീറ്റുകളുടെ വർധന ഉണ്ടായത് കൺസോൾട്ടേഷന്റെ ഭാഗമല്ല. അത് ആന്റി ഇൻകംബൻസിയുടെ ഭാഗമാണ്. അങ്ങാണ് പറഞ്ഞത്. അങ്ങ് ആന്റി ഇൻകംബൻസി എന്നാ പറഞ്ഞത്. അങ്ങ് ആന്റി ഇൻകംബൻസി ഞാൻ അങ്ങോട്ട് ചോദിച്ചു. ശബരിനാഥൻ നിൽക്കുന്ന മണ്ഡലത്തിൽ അവിടെ കൺസോൾട്ടേഷൻ അല്ല ഫാക്ട്. വാർഡിൽ അവിടെ കൺസോൾട്ടേഷൻ അല്ല ഫാക്ടർ. പക്ഷെ അത് തീരദേശ മേഖലകളിൽ അങ്ങനെയല്ല, അവിടെ കൺസോൾട്ടേഷൻ ആണ് ഫാക്ടർ. നിങ്ങൾ ഈ ഓരോ വാർഡിലെയും കൺസോൾട്ടേഷൻ വേണം പഠിക്കാൻ. അല്ല, അപ്പോ ഈ തിരുവനന്തപുരം കോർപ്പറേഷനിൽ BJP-ക്ക് അനുകൂലമായി പോൾ ചെയ്തത് മുഴുവൻ ഹിന്ദു കൺസോൾട്ടേഷൻ, കോൺഗ്രസിന് അനുകൂലമായി പോൾ ചെയ്തത് മുഴുവനും ആന്റി ഇൻകംബൻസി, അനുകൂലമായി പോൾ ചെയ്തത് അങ്ങാണ് പറഞ്ഞത്. ഞാൻ ചോദിച്ചത് കോൺഗ്രസിന്റെ സീറ്റ് വർധന, ഒരു മിനിറ്റ്, കോൺഗ്രസിന് അനുകൂലമായ സീറ്റ് വർധന ഉണ്ടായത് അങ്ങ് ഈ കൺസോൾട്ടേഷൻ മാത്രമാണ് ജനാധിപത്യത്തിന്റെ വിധിയെഴുത്തിന്റെ അടിസ്ഥാനം എന്ന നിലയ്ക്ക് പറഞ്ഞതുകൊണ്ടാണ്. UDF-ന് അനുകൂലമായി പോൾ ചെയ്യുന്ന ഞാൻ ചോദിച്ചു എന്തുകൊണ്ടാണ് UDF-ന് അനുകൂലമായി പോൾ ചെയ്യുന്ന വോട്ടുകൾ മുഴുവനും ഈ പറയുന്ന മൈനോറിറ്റി കൺസോൾട്ടേഷൻ ആണെന്ന് വിചാരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് അങ്ങ് പറഞ്ഞു. അങ്ങനെയാണ് സംഭവിച്ചത്. അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് അതെടുത്ത് തിരുവനന്തപുരം കോർപ്പറേഷനിലേക്ക് വെച്ചത്. എന്താ മാധു പറഞ്ഞു വരുന്നത്? കൺസോളിഡേഷൻ ഉണ്ട്, ദാറ്റ്സ് എ റിയാലിറ്റി. മുസ്ലിം ലീഗിന്റെ വോട്ടുകൾ മുസ്ലിം ഡൊമിനന്റ് ആയിട്ടുള്ള ഏരിയകളിൽ ശക്തമായി കൂടുന്നതിന്റെ കാരണം അത് UDF-ന് അനുകൂലമായിട്ട് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം അല്ലെങ്കിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുതൽ ഒരു മുസ്ലിം കൺസോളിഡേഷൻ ഫേവർ ഓഫ് UDF ഉണ്ടായിട്ടുണ്ട്. അംഗീകരിക്കുന്നു. ആ കൺസോളിഡേഷൻ അത് രാഷ്ട്രീയ നിലപാട് മാറ്റത്തിന്റെ പേരിൽ കൂടിയാണെന്ന് അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് പാലക്കാട് ഉണ്ടായില്ല? എന്തുകൊണ്ട് ആലപ്പുഴ ഉണ്ടായില്ല? എന്തുകൊണ്ട് കൊല്ലത്ത് ഉണ്ടായില്ല? എന്തുകൊണ്ട് കണ്ണൂർ ഉണ്ടായില്ല? ന്യൂനപക്ഷ വോട്ടുകൾ അടിയുറച്ച കോട്ട പോലെ LDF-നൊപ്പം നിന്നു. എന്തുകൊണ്ടാണ്? CA സമരവുമായി ബന്ധപ്പെട്ട് അത് ഈ സമയത്ത് ആ ന്യൂനപക്ഷ അപ്പോ ആ പറയുന്ന ന്യൂനപക്ഷ വോട്ടുകളുടെ കൺസോൾട്ടേഷൻ ഇത്തവണ UDF-ന് അനുകൂലമായിട്ടാണ് ഉണ്ടാവുക എന്ന് അങ്ങ് വിചാരിക്കുന്നുണ്ടെങ്കിൽ അവിടെ നയപരമായ വലിയ വ്യത്യാസമുണ്ട്, വീഴ്ചയുണ്ടായിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞു. അല്ല, അങ്ങനെയാണെങ്കിൽ മറ്റ് ജില്ലകളിൽ ഈ കൺസോളിഡേഷന് പകരമായിട്ടുള്ള ആന്റി ഇൻകുംബൻസി വർക്ക് ചെയ്യേണ്ടേ? തദ്ദേശ തെരഞ്ഞെടുപ്പ് എന്തുകൊണ്ട് വർക്ക് ചെയ്തില്ല? എനിക്കത് മനസ്സിലായില്ല. അതായത് ഈ കൺസോൾട്ടേഷൻ ഉണ്ടായിരിക്കുന്ന ജില്ലകളിൽ അത് ക്രിസ്ത്യൻ കൺസോൾട്ടേഷൻ ഉണ്ടെന്ന് അങ്ങാണ് പറഞ്ഞത്. അതല്ലേ ശരി, അതല്ലേ ഫാക്ട്. ആ കൺസോൾട്ടേഷൻ അല്ലേ ഫാക്ട്. അല്ലെ, കൺസോൾട്ടേഷൻ ആണ് UDF-ന് അനുകൂലമായി പോൾ ചെയ്യപ്പെടുന്നത്. നോക്കൂ, ഇപ്പം ഈ കൺസോൾട്ടേഷൻ മാത്രമാണ് UDF-ന് അനുകൂലമായി പോൾ ചെയ്യപ്പെടാനുള്ള ഒരേ ഒരു സാഹചര്യം എന്ന് പറയുന്നത് UDF പറയുന്നതല്ല, അത് CPM-ന്റെ വാദമാണ്. അത് ഭരണവിരുദ്ധ വികാരമാണെന്നുള്ളതാണ് UDF-ന്റെ വാദം. അതാണ് UDF-ന്റെ വാദം. UDF-ന്റെ എക്സ്പ്ലെയിൻ ചെയ്താൽ മതി. മലപ്പുറം ക്ലീൻ സ്വീപ്പ്, പാലക്കാട് ആലപ്പുഴ CPM-നൊപ്പം എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യും? അത് ലീഗിന്റെ കോട്ടയാണ് മലപ്പുറം. പാലക്കാടും ആലപ്പുഴയും CPM-നൊപ്പം മാത്രമാണ് എന്ന് വിചാരിക്കുന്നത് CPM ആണ്. അവിടെ UDF-ന് വലിയ പ്രതീക്ഷയുണ്ടെന്നേ. ഇല്ലാന്നേ കാര്യമാണ് പറഞ്ഞത്.
Meet the editors.